ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഈ ഒരു യൂട്യൂബിൻ്റെ ഈ ഒരു തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടാവും. യെസ് ഗൈസ്, ഇന്ന് മാത്സിൻ്റെ പേപ്പർ ഡിസ്കഷൻ ആണ്. റിയലി ഗൈസ്, സത്യം പറയാലോ, എനിക്ക് ഈ ഒരു എക്സാം എന്താ പറയുക നന്നായിട്ട് എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു. പക്ഷേ റിയലി മാത്സിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ എഴുതാൻ പറ്റി, പക്ഷേ ആൻസർ കറക്റ്റ് ആണോ എന്ന് നല്ല ഡൗട്ട് ഉണ്ട്. ശരിക്കില്ലേ, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യത്തെയൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ, ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ അത് പാടായിട്ട് തന്നെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി റിയലി. അപ്പോൾ എല്ലാ മാത്സ് ടീച്ചേഴ്സ്മാരും ഒരു ഡയലോഗേ പറയുള്ളൂല്ലോ, ഭയങ്കര എളുപ്പമല്ലേ, അതേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാം എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ആയിട്ടില്ല ഞാൻ. പക്ഷേ ഭയങ്കര ഒരു ടൈം മാനേജ്മെന്റ് ഒട്ടും കറക്റ്റ് ആയിരുന്നില്ല. ടൈം 2.25 മണിക്കൂർ കൊണ്ട് പേപ്പർ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അത് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമാണ്. അപ്പോൾ എന്തായാലും ഞാൻ എന്തുണ്ടെങ്കിലും ഒരു പ്രകടിപ്പിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് തന്നെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം വന്നു. പക്ഷെ പുറത്ത് കാട്ടിക്കാന്നുള്ളൂ. പിന്നെ പേപ്പർ ഇതാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 1 മണിയായപ്പോഴാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് രാവിലെ 5:30-6 മണിയായപ്പോഴൊക്കെ എണീറ്റിട്ട് മോർണിംഗ് ബൂസ്റ്റൊക്കെ കണ്ട് 9:30 വരെ ഞാനിരുന്ന് പഠിക്കുന്നു. 9:30 കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോയത്. കാരണം സ്കൂൾ ഇവിടെ അടുത്താണ്. വന്നത് എന്താണെന്നറിയോ, ഈ മിഡ് പോയിന്റും അതുപോലെ തന്നെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, പെരിമീറ്റർ ഏരിയ കാണാം, അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടായിരുന്നു. അതുകൂടാതെ 3 പേജസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എക്സാം പേപ്പറിൽ. കണ്ടോ, 1, 2, 3 ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 പേജസിലും അപ്പുറത്തുമായിട്ട് കണക്കുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ഈ ഒരു പേജ് കണ്ടില്ല. എന്നിട്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല ധൃതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തീർക്കണം, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് എല്ലാം നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല, നേരെ ചെയ്തു പോകായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈ ആയിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആവട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടാൻ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ആ ഒരു ടെൻഷൻ വരുമ്പോൾ മറന്നു പോവും. അതാണ് ഒരു പ്രശ്നം. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പഠിച്ചിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് മറന്നു പോവും. അപ്പൊ പിന്നെ അതിനേക്കാളും ടെൻഷനായി. ദൈവമേ, എന്തോ എൻ്റെ ഒരു ഇതില് എനിക്ക് മാക്സിമം A+. അതാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റില്. ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് കൊടുത്തിട്ടുണ്ട് റിയലി. അപ്പോ മാർക്കിന് വന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ശരിക്കും ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു, ഭയങ്കര ഒരു ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട്. എനിക്ക് ശരിക്കും ടൈം ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ മുതൽ ഞാൻ ഈ ഒരു എക്സാമിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഈ ഒരു മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വ്ലോഗൊക്കെ എടുക്കാറും എൻഡ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ഒരു വ്ലോഗ് പിന്നെയാണെങ്കിൽ ഈ സൈലോം എക്സാമിനേഴ്സും ഒക്കെ കണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഒരുമിച്ച് പഠിക്കില്ലേ, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പ്രാവശ്യം കൂടി പഠിക്കുന്ന ടൈമിൽ എല്ലാവരും പഠിച്ചിട്ടില്ലേ, തലയിൽ സ്റ്റോക്ക് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും. പക്ഷെ പേപ്പർ കിട്ടി, ആദ്യം മുതൽ എഴുതി തുടങ്ങി, ഭയങ്കര ഹാപ്പിയിലായിരുന്നു. കാരണം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ബട്ട് ഇങ്ങനെ വന്ന് പോയപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. മാർക്കിനാണ് തന്നെ പ്യൂർ ആയിട്ട് തന്നെ നിങ്ങളോട് പറയാം. എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. സത്യം പറയാലോ, എൻ്റെ ഈ ഒരു മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് ഭയങ്കര ഇമോഷണൽ വന്ന ആളാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക ഈ ഒരു മാത്സിന്റെ പേപ്പറിനെ പറ്റിയിട്ട്. ഇത് കാണുമ്പോൾ ഇപ്പോൾ കലിയാണ് എനിക്ക് വന്നത് കേട്ടോ റിയലി. കാരണം എന്താ പറയാ, ഇത്രക്ക് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒട്ടും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് വന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു കേട്ടോ. ഇതൊക്കെ ഓക്കെ ആയിരുന്നു, ഈ നെഗറ്റീവ് നമ്പേഴ്സിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഇതെങ്ങനെ ചെയ്യും അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് വരും നമ്മൾ നോക്കുമ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് നമുക്ക് ആൻസർ എഴുതാൻ പറ്റാത്തൊരു അവസ്ഥയില്ലേ, അത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നല്ലൊരു അവസ്ഥയാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് എളുപ്പമായിരിക്കാം. എനിക്ക് ഒരു വീഡിയോ ആയിരുന്നു റിയലി. സത്യം പറയാലോ, നോർമലിനേക്കാളും ചിലപ്പോൾ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മാർക്ക് വന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. ഇതിപ്പോ കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത എക്സാമിന് ഇതിനേക്കാളും അടിപൊളിയായിട്ട് മേടിക്കണം എന്നുണ്ട്. ശരിക്കും ഞാൻ ഓൺ എക്സാമിന് അതിനേക്കാളും മാർക്ക് മേടിക്കണം എന്നാണ് വിചാരിച്ചത്. എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എല്ലാവരും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെയാണെങ്കിൽ നാളത്തെ എക്സാം കെമിസ്ട്രി ഫിസിക്സ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റഡി വ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാവരും ഷെയർ ചെയ്യുക. എൻ്റെ അഭിപ്രായം ഇതാണ്, ഒരു നോർമലായിരുന്നു. അപ്പോൾ നോർമലിനേക്കാളും ഇത്തിരി കൂടി ഒരു ഡൗൺ ആയിരുന്നു കേട്ടോ. ഞാൻ എല്ലാം ചെയ്തു, പക്ഷെ ആൻസർ കറക്റ്റ് ആണോ ആ ഒരു ഡൗട്ട് കൊണ്ട് ഇത്രയ്ക്ക് ടെൻഷൻ എനിക്ക് ഭയങ്കര ഉണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് എന്താ പറയാ, ക്രിസ്മസിന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷിച്ച് ചെല്ലാന്ന് വെച്ചാൽ അത് പറ്റൂല. ഈ ആൻസർ പേപ്പർ കിട്ടുമ്പോഴുള്ള സങ്കടമാണ് എനിക്ക് മനസ്സിലാട്ടോ. അപ്പോ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പൊ ഈ ഒരു വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.